ചിരി. ഓക്കെ, ഉണ്ട് സെറ്റാകാം. ഈ കടയൊക്കെ ഒന്ന് നാരങ്ങുള്ളൊക്കെ കൊടുക്കുന്ന സെറ്റപ്പ് ശരിയായിരിക്കും കേട്ടോ. പാലോട് ബിവറേജിന്റെ തൊട്ടടുത്ത് വരുന്ന ഒരു മുറുക്കാൻ കടയാണ്. ഞാൻ ഇതുവഴി പോകുമ്പോഴൊക്കെ ഈ മാവനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇതെന്ത് പറ്റിയതാ മാമ? വണ്ടി ആക്സിഡന്റ് ആയത് 12 വർഷം. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും എന്റെ വൈഫും 2 മക്കളും. അവരെന്ത് ചെയ്യുന്നു? അവര് ഓച്ചറ കടയിൽ പോയി നിൽക്കുക. അത് മാസത്തിൽ 8 പ്രാവശ്യം പോകും. ലീവുണ്ട്. എന്ത് പറ്റി? കൊച്ചിനെ കൊണ്ട് ഡയാലിസിസ് ചെയ്യാൻ പോകുന്നു. വലിയ മക്കളാണോ? 22ാമത്തെ വയസ്സ്. 22 വയസ്സായുള്ളൂ മകന്. പക്ഷെ 2 കിഡ്നിയും പോയിട്ട് ഡയാലിസിസിന് കൊണ്ടുപോകുന്ന ആളാണ്. അച്ഛന്റെ അവസ്ഥ ഇത്. നമ്മളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാണ്. ഞാൻ കിടക്കുന്ന വാടക വീട്ടിലാണ്. വീടുമില്ല. വീട് കൊണ്ട് അതിനകത്ത് കിടക്കാൻ പോലെ ഈ കൊച്ചിനെ കൊണ്ട് കിടക്കാൻ പൊടി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സഹായിക്കാനുള്ള നല്ല മനസ്സുണ്ടെങ്കിൽ സഹായിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ എണിച്ച് നടക്കാൻ പറ്റില്ല. വാഹനാപകടത്തിൽ കാല് പോയതാണ്. അതുപോലെ തന്നെ 22 വയസ്സായ മകന് 2 കിഡ്നിയും പോയിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? ഈ പെൻഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യം പെൻഷൻ ഉണ്ടോ? അതുകൊണ്ട് തികയും ഇല്ല. മാസം 2000 രൂപ. 2000 രൂപ കിട്ടിയോണ്ട് ഒരു കാര്യമില്ല. വീടിന്റെ ഗൃഹനാഥനായ അച്ഛന് എണിച്ചു കിടക്കാൻ പറ്റാത്ത അവസ്ഥ. കുടുംബം നോക്കേണ്ട ഒരു മകന് 2 കിഡ്നിയും പോയിട്ട് ഒരു മാസത്തിൽ 8 പ്രാവശ്യം ഡയാലിസിസും കൊണ്ടുപോകും. ഇതൊരു അവസ്ഥയുടെ ഇതൊക്കെ. വിഷമിക്കണ്ട. എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ വീഡിയോ കാണുന്നവർ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കും. സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കും. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കും. നമുക്കെന്ത് ഇതുപോലുള്ള ഒന്നും വരാത്ത നമ്മുടെയൊക്കെ എന്തൊക്കെയോ ഇതായിരിക്കാം. നമ്മളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ്. ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ്. നമുക്ക് എണിച്ച് നടക്കാൻ പറ്റും. മാറാ രോഗങ്ങളൊന്നും ഇല്ല. ഒരു കുഴപ്പമില്ലാതെ എണിച്ച് നടക്കുന്നുണ്ട്. ജോലിക്ക് പോകാൻ പറ്റും. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാത്തവരുടെ അവസ്ഥ വളരെ മോശമാണ്. ആരെങ്കിലും ഒക്കെ ഒന്ന് സഹായിക്കാം. നിങ്ങളുടെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കും. ഗൾഫിലൊക്കെ ഉള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കും. നമ്മുടെ മലയാളികളൊക്കെ സഹായിക്കും. ഇവരൊക്കെ പോലുള്ളവരെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരെ സഹായിക്കും കേട്ടോ. വിഷമിക്കുന്നു. അപ്പൊ ഈ കടയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഈ കട നാരങ്ങുള്ളൊക്കെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഈ നാരങ്ങുള്ളൊക്കെ സെറ്റപ്പാക്കുന്ന വകുപ്പ് സെറ്റാക്കാം കേട്ടോ. വിഷമിക്കുന്നു. ചിരിച്ച് ഞാൻ വന്നിട്ട് എത്ര നേരമായിരുന്നത്. ഇത്രയും നേരം നോക്കി നിൽക്കുമ്പോഴും മനസ്സിൽ മുഴുവൻ വിഷമമാണ്. ഇങ്ങനെ നോക്കി നിൽക്കുക. പുള്ളി എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുക. ചിരിച്ച് ഞാൻ ഇതുവരെ കണ്ടില്ല. ഞാൻ ഈ പറഞ്ഞത്